ഇപ്പോൾ വീക്കെൻഡായിട്ട് ജർമ്മനിയിൽ നിന്ന് ബംഗാളിലോട്ടൊരു യാത്ര പോയിട്ട് വന്നാലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബംഗാളി പോർക്ക്. അപ്പോൾ ഞാൻ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഈ കാണുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബംഗാളീസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇനി കുറച്ച് ഓയിലും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ട. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കുരുമുളക്, കുറച്ച് ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഫൈനൽ ടച്ചായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളമൊക്കെ വറ്റിയത് ഇതുപോലെ നല്ല റോസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സംഭവം റെഡിയായി. പിന്നെ നമുക്കിത് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബസ്മതി റൈസിൻ്റെ കൂടെയാണ് ഇത് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടെ. ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയാണ്. പുട്ട്, റാപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നല്ല കോംബോ ആയിട്ട് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ട കമൻറ്റിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ കൂടുതൽ കുക്കിംഗ് വീഡിയോസിനായിട്ടൊന്ന് ഫോളോയും കൂടി ചെയ്യുക. അപ്പോൾ ചൂസ്.